ഈ സീസൺ IPL ഓൾമോസ്റ്റ് അതിന്റെ ഹാഫ് സ്റ്റേജിലേക്ക് എത്താൻ പോവുകയാണ്. പ്രതീക്ഷയുണ്ടായിരുന്ന പല ടീമുകളും പിന്നോട്ട് പോയിരിക്കുമ്പോൾ സർപ്രൈസിംഗ് ആയ ചില പെർഫോമൻസുകൾ ഈ വർഷത്തെ IPL കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വർഷത്തെ IPL മുൻപ് ചില ടീമുകൾ നടത്തിയിട്ടുള്ള മോശം റിലീസുകൾ ഏതൊക്കെയെന്ന് ഇതുവരെയുള്ള പെർഫോമൻസുകൾ വെച്ച് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്പർ 6 ഫിൽ സോൾട്ട്. കഴിഞ്ഞ വർഷം കൊൽക്കത്ത കിരീടം നേടിയപ്പോൾ 400 മുകളിൽ റൺസ് മികച്ച സ്ട്രൈക്ക് റേറ്റിൽ സോൾട്ട് അവർക്ക് വേണ്ടി നേടിയിരുന്നു. KKRന് ആ ടൂർണമെന്റിൽ ലഭിച്ച ഒട്ടുമിക്ക സ്റ്റാർട്ടുകളുടെയും കാരണം സോൾട്ട് തന്നെയായിരുന്നു. എന്നാൽ സർപ്രൈസിംഗ്ലി സോൾട്ടിനെ KKR തിരിച്ച് ടീമിലെത്തിച്ചില്ല. പകരം ക്വിന്റൺ ഡീകോക്കിനെയാണ് KKR ടീമിലെത്തിച്ചത്. ചാമ്പ്യൻ ടീമായ കൊൽക്കത്തയ്ക്ക് കഴിഞ്ഞ വർഷം ലഭിച്ച സ്റ്റാർട്ടുകൾ ഇത്തവണ ഡീകോക്കിന് നൽകാൻ സാധിക്കാതെ പോകുന്നത് ടീമിനെ നന്നായി തന്നെ ബാധിക്കുന്നുണ്ട്. എന്നാൽ നേരെ RCBയിലെത്തിയ സോൾട്ട് ഒട്ടുമിക്ക മത്സരങ്ങളിലും ഡ്രീം സ്റ്റാർട്ട് RCBക്ക് നൽകുന്നുമുണ്ട്. നമ്പർ 5 ശ്രേയസ് അയ്യർ. കഴിഞ്ഞ വർഷത്തെ ലേലത്തിലെ ഏറ്റവും സർപ്രൈസിംഗ് ആയ റിലീസുകളിൽ ഒന്നായിരുന്നു കൊൽക്കത്തയുടെ ക്യാപ്റ്റൻ. ടീമിന് കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനെ തൊട്ടടുത്ത വർഷം റിലീസ് ചെയ്യുന്ന ഏറ്റവും വിചിത്രമായ നീക്കവും കൊൽക്കത്ത മാത്രമേ നടത്തിയിട്ടുള്ളൂ. എന്നാൽ പുതിയ സീസണിൽ പഞ്ചാബിലെത്തിയ അയ്യർ തകർപ്പൻ ഫോമിലാണ് ബാറ്റ് ചെയ്യുന്നത്. കൂടാതെ തന്റെ ക്യാപ്റ്റൻസി സ്കിൽ എന്താണ് എന്ന് കൊൽക്കത്തയെ തന്നെ 111 റൺസ് ഡിഫെൻഡ് ചെയ്ത് ശ്രേയസ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ വർഷം സ്ട്രഗിൾ ചെയ്യുന്ന കൊൽക്കത്തയുടെ മിഡിൽ ഓർഡറിൽ അയ്യരെ പോലെ ഒരു താരമില്ലാത്തതിന്റെ എല്ലാവിധ പോരായ്മയും കാണുന്നുണ്ട്. നമ്പർ 4 അജിങ്ക്യ രഹാനെ. 2023 ചെന്നൈയിൽ അടിസ്ഥാന വിലയ്ക്ക് എത്തിയ രഹാന ഡ്രീം പെർഫോമൻസ് ആയിരുന്നു ആ സീസണിൽ നടത്തിയത്. ചെന്നൈ കിരീടം നേടിയപ്പോൾ അതിൽ നിർണായക പങ്കും രഹാന വഹിച്ചു. 2024 CSKയുടെ മറ്റ് ബാറ്റേഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ രഹാന ബെറ്ററായ പെർഫോമൻസ് തന്നെ നടത്തിയിരുന്നു. എന്നാൽ പുതിയ സീസണിലേക്ക് എത്തിയപ്പോൾ CSK രഹാനയെ വെട്ടിക്കളഞ്ഞു. ആദ്യ റൗണ്ട് ലേലത്തിൽ അൺസോൾഡ് ആയ രഹാനയെ അടിസ്ഥാന വിലയ്ക്ക് KKR ടീമിലെത്തിച്ചു. ടൂർണമെന്റിൽ ഇതുവരെ 250 അടക്കം 221 റൺസ് നേടിയ രഹാന തന്നെയാണ് 7ാമത്തെ ലീഡിംഗ് റൺ സ്കോററും. ടൂർണമെന്റിൽ ഇതുവരെ 55 റൺസ് മാത്രം നേടിയ ത്രിപാഠിയേക്കാളും ഫാർ ബെറ്റർ ചോയ്സ് ആയിരുന്നു അടിസ്ഥാന വിലയിൽ അജിങ്ക്യ രഹാനെ. നമ്പർ 3 മുഹമ്മദ് സിറാജ്. RCBയുടെ കോർ പ്ലെയേഴ്സിൽ ഒരാളായി കരുതിയിരുന്ന താരമായിരുന്നു സിറാജ്. 2021 മുതൽ ഡീസന്റായ ബൗളിംഗ് പെർഫോമൻസ് തന്നെ സിറാജ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ വർഷം താരം ആവറേജിന്റെ കാര്യത്തിൽ ഇത്തിരി പിന്നോട്ട് പോയിരുന്നു. എന്നാൽ ഇതിന് ബദലായി താരത്തെ റിലീസ് ചെയ്തായിരുന്നു RCB റിയാക്ട് ചെയ്തത്. ശേഷം ഈ വർഷം ഗുജറാത്തിലെത്തിയ സിറാജ് അദ്ദേഹത്തിന്റെ തന്നെ 2ാമത്തെ ബെസ്റ്റ് IPL ആവറേജ് ഉള്ള സീസണാണ് ഇതുവരെ നടത്തിയത്. 6 മത്സരത്തിൽ 10 വിക്കറ്റ് നേടിയ സിറാജ് തന്നെയായിരുന്നു RCBക്കെതിരെയുള്ള മത്സരത്തിൽ അവരെ തകർത്തതും. ഓൾറെഡി 2 മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസ് സിറാജ് നടത്തി. നമ്പർ 2 പ്രസിദ്ധ് കൃഷ്ണ. 2022 മുതൽ രാജസ്ഥാന്റെ ഭാഗമായ കൃഷ്ണയ്ക്ക് പരിക്കായിരുന്നു പ്രധാന പ്രശ്നമായി മാറിയത്. 2022 സീസണിൽ 19 വിക്കറ്റ് നേടി രാജസ്ഥാൻ ഫൈനലിലെത്തിയതിന് പ്രധാന കാരണങ്ങളിൽ ഒരാളായിരുന്നു കൃഷ്ണ. എന്നാൽ ഈ വർഷത്തെ ലേലത്തിൽ താരത്തെ തിരിച്ച് ടീമിലെത്തിക്കാൻ രാജസ്ഥാൻ ശ്രമിച്ചില്ല. പകരം ഗുജറാത്തിലെത്തിയ കൃഷ്ണ ഗംഭീരമായ കംബാക്കാണ് ഇത്തവണ നടത്തിയിരിക്കുന്നത്. 6 മത്സരത്തിൽ 10 വിക്കറ്റ് നേടിയ താരം മിഡിൽ ഓവേഴ്സിൽ ഗെയിം ഗുജറാത്തിന് ഫേവറബിൾ ആയി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ രാജസ്ഥാന്റെ ബൗളിംഗ് ആർച്ചറെ ചുറ്റിപ്പറ്റി മാത്രമാണ് നിൽക്കുന്നത്. നമ്പർ 1 നൂർ അഹമ്മദ്. ഗുജറാത്ത് ടൈറ്റൻസിലൂടെയാണ് നൂർ IPLൽ ഡെബ്യൂ ചെയ്തത്. ശേഷം ടീമിന് വേണ്ടി ഇംപ്രസീവായ പെർഫോമൻസ് താരം നടത്തുകയും ചെയ്തു. എന്നാൽ നൂറിനെ റിലീസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് GT എടുത്തത്. ലേലത്തിൽ ചെന്നൈ അഗ്രസീവായി തന്റെ താരത്തിന് വേണ്ടി മുന്നോട്ട് പോയപ്പോൾ RTM കാർഡ് ഉപയോഗിക്കുന്നില്ല എന്ന തീരുമാനവും ഗുജറാത്ത് എടുത്തു. എന്നാൽ ഇപ്പോൾ ചെന്നൈയിലെത്തിയ നൂർ 7 മത്സരത്തിൽ 12 വിക്കറ്റും 14 ആവറേജുമായി പർപ്പിൾ ക്യാപ്പ് ഹോൾഡറാണ്. നിറമങ്ങിയിരിക്കുന്ന റാഷിദിന് പകരം നൂർ കൂടി ഗുജറാത്തിന്റെ ലൈനപ്പിൽ ഉണ്ടായിരുന്നുവെങ്കിൽ വേറെ ലെവൽ ബോളിംഗ് പെർഫോമൻസ് ടീമിന് നടത്താൻ പറ്റുമായിരുന്നു.